ശാന്തി മന്ത്രം ഉയിരിനോ കാവൽ ധരണിയിൽ ഉലകിനോ ശ്വാസം ധമനിയിൽ നോവും കാലമെന്നും സ്വന്തമാകും നിൻ സാന്ത്വനം അപ്പോ തിക്കിരി അപ്പോ തിക്കിരി നല്ല സിനിമ മനോഹരം എക്സലന്റ് മൂവി നല്ല പടം സൂപ്പർ ടച്ചിങ് മൂവി ക്ലാസ് മൂവി വല്ലാത്തൊരു ഫീലിംഗ് ഒന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കരം നന്നായിട്ട് നല്ല സിനിമ സൂപ്പർ നല്ല പടമായിരുന്നു. മെഡിക്കൽ ഫീൽഡിലുള്ള കുറേ കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നല്ല ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഗുഡ് എഫേർട്ട്. മെസ്സേജ് കൊടുക്കണ്ട, അതാണ് അതിൻ്റെ ജസ്റ്റ്. Good feeling. People are really appreciating it. സന്തോഷമുണ്ട്. The actor, I think just a small role, but as a producer, as a filmmaker, I just want everyone to appreciate the film and spread the word. It's a very sincere effort from a lot of people. എല്ലാവരും ഇത് should take it up. That's all. അല്ല, കുറേ കാലങ്ങളായിട്ട് തോന്നിയൊരു ഇതാണ് വിഷയം. കാരണം ഇതിപ്പോഴല്ല, വർഷങ്ങളായി നടക്കുന്നൊരു സംഭവം. അങ്ങനെ പല സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടും അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ്, ഇൻഫർമേഷൻ വെച്ചിട്ട് കുറച്ച് കാലമായിട്ട് ചെയ്യുന്നൊരു. പക്ഷേ ഇപ്പം അടുത്താണ് സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തത് ഇന്ത്യയിൽ. ഞാനിത് സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷം മുമ്പേ എൻ്റെ ഉള്ളിൽ ഐഡിയ ഉണ്ട്. ഒരു 3 വർഷമായി ശരിക്കും സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി ശരിക്കും ഇവിടെ ഇന്ത്യയിൽ ഇത് സ്റ്റേ ചെയ്തത്. അപ്പോൾ മാത്രമല്ല, ഞാൻ മരുന്ന് പരീക്ഷണം എന്നുള്ളതല്ല, ഒരു എത്തിക്സ് കുറച്ച് എവിടേക്കോ നഷ്ടപ്പെടുന്നുണ്ട് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ചൊരു വേദന ഷെയർ ചെയ്യാൻ നോക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതാരും മാറ്റിയെടുക്കാനോ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനോ എന്നുള്ള വേണ്ടിയിട്ടൊന്നും അല്ലാതെ. അല്ല, അതിന് വേണ്ടി കുറേ പേരെ കണ്ടെത്തേണ്ടി വരും. ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് നമ്മൾ തുറന്ന് നോക്കി നടന്നാൽ കുറച്ച് സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഇവിടുന്ന് നമുക്ക് കുറേ ആൾക്കാരെ നമുക്ക് ജീവിതം കാണാൻ പറ്റുന്നുണ്ട്. അതിലൂടെ ഉണ്ടായൊരു എന്താണ് പ്രോഗ്രഷൻസ് തന്നെയാണല്ലോ അതിൽ. ഓക്കെ, താങ്ക് യു. ഞാൻ ഷെയ്ഖ് ഇലാഹി. ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഈ പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. ഓൾ ക്രെഡിറ്റ്സ് ഗോ ടു രാംദാസ് സാർ ആൻഡ് പ്രൊഡ്യൂസർ ജോർജ് മാത്യു. നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമയാണ് ഇത് കണ്ടത്. ഫാക്ടേഴ്സ് ആസിഫ് അലിയെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു കംപാക്ട് ഫിലിമായിട്ട് അതിനെ കാണുന്നത്. വളരെ നല്ലൊരു തീമാണ്. പ്രത്യേകിച്ച് കഥ പറഞ്ഞു പോകുന്ന രീതിക്ക് ഒരു പുതുമ തോന്നിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അത് നറേറ്റ് ചെയ്ത് നല്ലതായിട്ട് അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. എൻ്റെ പേര് പ്രദീപ് എന്നാണ്. ഞാൻ ഈ പടം ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു നല്ല സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ പേര് സജാദ് ബ്രൈറ്റ്. നല്ലൊരു പടം, ഇത്രയും നല്ലൊരു പടത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും രാംദാസിൻ്റെ മേലുല്ലാസം മലയാള സിനിമയിൽ ആരും മറക്കില്ല. ഇതും അതുപോലെ നല്ലൊരു ചിത്രമാണ്. ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബെസ്റ്റ് സ്ക്രിപ്റ്റ്. ഇത്ര നല്ല സ്ക്രിപ്റ്റ് എഴുതിയാൽ ഒരു അഭിനന്ദിച്ചേ പറ്റൂ.
അത് സാധാരണ ജനം തീർച്ചയായിട്ടും സ്വീകരിക്കണം.